കർഷക ദിനത്തിൽ മികച്ച കർഷകർക്ക് ആദരവ്. ദിനാചരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. ചിങ്ങം 1 കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ മികച്ച കർഷകരെയും കർഷക സ്വാശ്രയ സംഘങ്ങളെയും കുട്ടി കർഷകരെയും ആദരിച്ചു. പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു വിളവിനെയും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയെയും ഒരു നാടിൻ്റെ ഭക്ഷ്യസുരക്ഷയുമാണ് അദ്ദേഹം അവിടെ കാണുന്നത്. ആ പ്രതീക്ഷയാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും മണ്ണിലേക്ക് ഇറങ്ങുവാൻ ആ കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യത്തിലും ചൂടിലും മഴയുടെ തണുപ്പിലും പ്രകൃതിയുടെ അനിശ്ചിതങ്ങളോട് പൊരുതി സ്വന്തം അധ്വാനത്തെ മണ്ണിനും സമർപ്പിക്കുന്ന കർഷകന്റെ ജീവിതം നമുക്ക് പലപ്പോഴും കാണാതെ പോകുന്ന കടങ്കഥ പോലെയായി പോകുന്നു. നമ്മുടെ അടുക്കളയിലെ ഓരോ അരിമണിക്കും ഓരോ കർഷകന്റെ അധ്വാനമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഓരോ കൈയുടെയും വിയർപ്പിന്റെ വിലയുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യം നമുക്കറിയാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷിച്ചെലവിന്റെ വർധനവ്, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, വിപണിയിലെ അനിശ്ചിതത്വം തുടങ്ങിയവ കർഷകരെ ഏറെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൃഷി ലാഭകരമാകണം. കർഷകന്റെ ഓരോ ഉൽപ്പന്നത്തിനും ന്യായമായ വില ലഭിക്കണം. എങ്കിൽ മാത്രമേ പുതിയ തലമുറ കൃഷിയിലേക്ക് അഭിമാനപൂർവ്വം കടന്നു വരികയുള്ളൂ. അതിനായി സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവും നമുക്ക് കൈമുതലാക്കണം. അത് നമ്മൾ പകർന്നു കൊടുക്കണം. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നാടിനെ കർഷകരൊക്കെ അംഗീകരിക്കുന്ന ഈ ചടങ്ങ് ഏറ്റവും പ്രൗഢഗംഭീരമാക്കണം എന്ന് ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ നമ്മളെല്ലാം വളരെ വിഷമത്തിലുണ്ടായി. നമുക്കൊരു ഇവിടെ വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ, നഷ്ടങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ സംഭവിച്ചത്. ചോദിക്കായിരുന്നു എന്തൊക്കെയാണ് കൃഷി എന്നുള്ളത്. വീട്ടിൽ 4-5 കൂട്ടം കൃഷിയാണ് ചെയ്യുന്നത്. തക്കാളിയും പച്ചക്കറിയും വെണ്ടയും അങ്ങനെ ഒരുപാട് കൃഷി നടത്തി സ്വന്തം കൃഷിയെ വളരെ അഭിമാനത്തോടുകൂടി ഒരു LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പോലും ഇതിനെ അഭിമാനത്തോടുകൂടി എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പുതിയ തലമുറ കടന്നു വരുമ്പോൾ നമുക്കെല്ലാം വളരെ പ്രയോജനമാണ്. കൃഷി ഓഫീസർ KR ജിതിൻ സ്വാഗതം പറഞ്ഞു. ആദരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അതിജീവിച്ചതുമായ ഒരുപാട് ചെല്ലുന്ന ഓരോ കർഷകന്റെ കൃഷിയിടങ്ങളിലും അവർ ധീരമായി പ്രകൃതിയെയും കാട്ടുമൃഗങ്ങളെയും അതിന്റെ വന്യതയെയും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയെയും ഒക്കെ അതിജീവിച്ചതിന്റെ തലമുറകളായുള്ള ഒരുപാട് കഥകളുണ്ട്. കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ മികച്ച കർഷകരെ പരിചയപ്പെടുത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു, KD പ്രവീൺ, ലീന വില്യം, ബ്ലോക്ക് മെമ്പർമാരായ ജോമോൾ ജോയ്, രേഷ്മ വി രാജു, പഞ്ചായത്ത് അംഗം PJ ജോസ്, TP ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി വിറ്റാജ് തോമസ്, CDS ചെയർപേഴ്സൺ KV സുനിത കുമാരി, KP ഗോപാലൻ, രാജു ചുണ്ട, AC പൗലോസ്, PK ഷാജഹാൻ, ഡെന്നി കാവാലം, J സെബാസ്റ്റ്യൻ, MV ശശി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കൃഷി അസിസ്റ്റന്റ് P ഗീത നന്ദി പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ കർഷക ദിനം ആചരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചെറുപുഴ പഞ്ചായത്ത് വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷം നമ്മൾ കർഷക ദിനം ആചരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളെയാണ് നേരിട്ട് നിന്നിരുന്നത്, അത്തരം പ്രതിസന്ധികളൊക്കെയും ഇപ്പോഴും നമ്മളെ അലട്ടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.